ഓം ശാന്തി. 5/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം ആത്മീയ ടീച്ചറാകൂ. എന്താണോ ബാബയിൽ നിന്ന് പഠിച്ചത് അത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കൂ. ധാരണ ഉണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത് കാണിക്കൂ. ബാബ നമ്മൾ കുട്ടികളുടെ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. ഇന്ന് ബാബ പറയുന്നു, ബാബയെ പോലെ ആത്മീയ ടീച്ചറാകണം. ബാബ എന്താണോ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് നാം സ്വാധ്യായത്തിലൂടെ നന്നായി മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ബാബ എന്തു പറഞ്ഞുവോ അത് ചെവി കൊണ്ട് മാത്രം കേൾക്കുകയാണ് എങ്കിൽ നമ്മളൊരു നല്ല വിദ്യാർത്ഥി അല്ല എന്നാണ് അർത്ഥം. എന്നാൽ ഈ നമ്മൾക്ക് ലഭിക്കുന്ന മുരളി നാം നന്നായി പഠിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും ജീവിതത്തിൽ ധാരണയാകുകയും ചെയ്യും. ധാരണയാകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ നമ്മൾക്കത് കാട്ടാൻ സാധിക്കും. ചോദ്യം: ഏത് കാര്യത്തിലാണ് ബാബയ്ക്ക് ഇളകാത്ത നിശ്ചയമുള്ളത്? കുട്ടികൾക്കും അക്കാര്യത്തിൽ നിശ്ചയമുണ്ടാകണം. ഉത്തരം: ബാബയ്ക്ക് ഡ്രാമയിൽ ഇളകാത്ത നിശ്ചയമുണ്ട്. ബാബ പറയുന്നു, എന്ത് പാസ്റ്റായോ അത് ഡ്രാമ. കൽപ്പം മുമ്പ് ആര് ചെയ്തുവോ അവർ ചെയ്യും. ഡ്രാമ നിങ്ങളെ തലകീഴാകാൻ സമ്മതിക്കില്ല. എന്നാൽ ഇപ്പോൾ വരെയും കുട്ടികളുടെ അവസ്ഥ അത്രയും ആയിട്ടില്ല. ഇതിനാൽ വായിൽ നിന്ന് വരുന്നു, ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന്. ബാബ പറയുന്നു, കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തെറ്റ് പറ്റാതിരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ബാബ നമ്മുടെ അച്ഛനാണ്. എന്നാൽ നമ്മൾക്ക് അമ്മമാർ ധാരാളമുണ്ട്. ബ്രഹ്മ ബാബയുണ്ട്, മമ്മയുണ്ട്. ഈ ഭൂമിയും ഒരു തരത്തിൽ മാതാവ് തന്നെയാണ്. ലൗകിക മാതാവുമുണ്ട്. ബാബ നൽകുന്ന ജ്ഞാനവും മാതാവാണ്. എന്നാൽ ഇന്ന് ബാബ പറയുന്നത് ഡ്രാമ മാതാവിനെക്കുറിച്ചാണ്. ബാബയ്ക്ക് ഡ്രാമയിൽ പരിപൂർണമായ ഇളകാത്ത വിശ്വാസമുണ്ട്. നമ്മൾ കുട്ടികൾക്കും അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താണോ കൽപ്പം മുമ്പ് നടന്നത് അത് തന്നെയാണ് ഈ കൽപ്പത്തിലും നടക്കുന്നത്. എന്ത് കഴിഞ്ഞു പോയോ അത് ഡ്രാമയിൽ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ നാം പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത് തുടങ്ങിയവ. ആർക്കാണോ ഈ കാര്യം പൂർണ്ണമായും വിശ്വാസമായിട്ടില്ലാത്തത് അവർ പറയും, എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ തുടങ്ങിയവ. ബാബ പറയുന്നു, ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം അടുത്ത് വരാൻ പോകുന്ന കൽപ്പത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. ആ സംഭവത്തിൽ എന്തെങ്കിലും തീർച്ചയായും നന്മ അടങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം ഇനി മുന്നോട്ട് അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കാനുള്ള പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ടത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജ്ഞാനം ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ജ്ഞാനധനം ദാനം ചെയ്ത് മഹാദാനി ആകണം. ആരോടും ശാസ്ത്രവാദം ചെയ്യരുത്. എന്നാൽ ബാബയുടെ സത്യമായ പരിചയം നൽകണം. 2. നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി ഒരിക്കലും തെറ്റ് പറ്റാതിരിക്കാനായി പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ സത്യമായ ചാർട്ട് വയ്ക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജ്ഞാനധനം ദാനം ചെയ്യുക എന്നത് മഹാദാനമാണ്. ഇതിലൂടെ മറ്റുള്ളവർക്ക് തൻ്റെ മൂന്നാമത്തെ കണ്ണ് ലഭിക്കുകയാണ്, അറിവ് ലഭിക്കുകയാണ്. അതിനാൽ നമ്മൾ ജ്ഞാനം സ്വയം ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. ബാബയുടെ യഥാർത്ഥ പരിചയം നൽകണം. എന്നാൽ ആരുമായിട്ടും ഒരു തർക്കത്തിലോ വാഗ്വാദത്തിലോ വരരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കരുത്.
പക്ഷെ പുരുഷാർത്ഥം ചെയ്യണം അതുപോലെ തെറ്റ് ഇനി സംഭവിക്കാതിരിക്കുന്നതിന്. ഇതിനായി തൻ്റെ യഥാർത്ഥ ചാർട്ട് വയ്ക്കണം. വരദാനം: യോഗത്തിലൂടെ ഉയർന്ന സ്ഥിതി അനുഭവിക്കുന്ന ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഭവിക്കട്ടെ. നിങ്ങൾ രാജയോഗി കുട്ടികൾ യോഗത്തിൽ ഉയർന്ന സ്ഥിതി അനുഭവിക്കുന്നു. ഹഠയോഗികൾ തൻ്റെ ശരീരത്തെ ഉയർത്തുന്നു. നിങ്ങൾ എവിടെയിരുന്നും ഉയർന്ന സ്ഥിതിയിലിരിക്കുന്നു. ഇതിനാലാണ് യോഗികൾ ഉയർന്ന സ്ഥിതിയിലിരിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിതിയുടെ സ്ഥാനം ഉയർന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഡബിൾ ലൈറ്റ് ആയിരിക്കുകയാണ്. അല്ലെങ്കിലും പറയാറുണ്ട്, ഫരിഷ്തകളുടെ കാല് ഭൂമിയിൽ തൊടില്ല എന്ന്. ഫരിഷ്ത എന്നാൽ ആരുടെ ബുദ്ധിയാകുന്ന കാലാണോ ഭൂമിയിലില്ലാത്തത്, ദേഹാഭിമാനത്തിൽ ഇല്ലാത്തത്, അവരാണ്. പഴയ ലോകത്തിനോട് ഒരു മമത്വവും ഉണ്ടാകരുത്. ലോകത്തിലുള്ള റിദ്ധിസിദ്ധിക്കാരായ പല ഹഠയോഗി സന്യാസിമാരും പലതരത്തിലുള്ള മാജിക്കുകളും കാണിക്കാറുണ്ട്. അതിലൊന്നാണ് ഇരിക്കുന്ന സ്ഥിതിയിൽ എഴുന്നേൽക്കാതെ തന്നെ മുകളിലേക്ക് ഉയരുക എന്നത്. എന്നാൽ ബാബ പറയുന്നു, നമ്മൾ രാജയോഗി കുട്ടികൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ഉയർന്ന സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയുടെ സ്ഥാനം വളരെ ഉയർന്നതാണ്. നമ്മൾ ഡബിൾ ലൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. സ്വയം ആത്മാവ് പ്രകാശമാണ്, ലൈറ്റാണ് എന്നും അറിയാം. അതിനോടൊപ്പം ബാബ കൂടെയുണ്ട്. അതിനാൽ ഭാരരഹിതവുമാണ്. ഇങ്ങനെ ഡബിൾ ലൈറ്റ് ആയിട്ടുള്ളവരെ ഫരിഷ്ത എന്ന് പറയുന്നു. ഫരിഷ്തകളുടെ കാലൊരിക്കലും ഭൂമിയിൽ തൊടുന്നില്ല. ഫരിഷ്ത എന്നാൽ തൻ്റെ ബുദ്ധി കൊണ്ട് ഈ ലോകത്തിൻ്റെയോ ദേഹാഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ പഴയ ലോകത്തിനോടോ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാകില്ല. അവർ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്. സ്ലോഗൻ: ഇപ്പോൾ ആശീർവാദങ്ങളുടെ കണക്കിനെ സമ്പന്നമാക്കൂ. എങ്കിൽ നിങ്ങളുടെ ചിത്രങ്ങളിലൂടെ എല്ലാവർക്കും അനേക ജന്മം ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഈ സംഗമയുഗത്തിൽ നമ്മൾ എന്താണോ സമ്പാദിക്കുന്നത് അതാണ് നമ്മളുടെ ഒപ്പം മുഴുവൻ കൽപ്പത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ബാബ പറയുന്നു, നിറയെ ആശീർവാദം സമ്പാദിക്കൂ. ആശീർവാദത്തിൻ്റെ കണക്കിനെ അല്ലെങ്കിൽ ശേഖരണത്തെ നന്നായി വർദ്ധിപ്പിക്കൂ. കാരണം ദ്വാപരയുഗം മുതൽ നമ്മളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ നിന്ന് ഭക്തജനങ്ങൾ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആശീർവാദത്തിൻ്റെ അനുഭവം ലഭിക്കും. അതിനാൽ അത്രയ്ക്കും നാം സമ്പാദ്യം ശേഖരിച്ചു വയ്ക്കണം. ഓം ശാന്തി.